നമ്മൾ വിളിച്ച് ശീലിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരും കാണും. ഇന്ന് അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ തന്നെ തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ കഴുകാൻ എടുത്ത് വെച്ച് ഇങ്ങനെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് മീനാച്ചി പറഞ്ഞത് അരി പൊടിപ്പിക്കാൻ പോകണമെന്ന്. അങ്ങനെ അരി പൊടിപ്പിക്കാൻ മില്ലി വന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നേരെ പോയത് പപ്പയുടെ അടുക്കലോട്ടാണ്. പപ്പ അന്നേരം അവിടെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ മമ്മിയായിട്ട് വന്ന് നേരെ പച്ചക്കറിയും സാധനമൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം കാണും. ഇതെന്ത് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തു, അമ്മയും കൊണ്ട് കടയിലൊക്കെ പോയതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കാണിച്ചിട്ട് ഇപ്പം മമ്മി എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം തോന്നുമായിരിക്കും. ഇതെൻ്റെ വല്യമ്മയും വല്യച്ഛനുമാണ്. അപ്പം കൊച്ചിൽ ഞങ്ങൾ കൂട്ടുകുടുംബമായപ്പം ചേട്ടനും ചേച്ചി എല്ലാവരും കൂടെ വല്യമ്മയും പപ്പയും മമ്മി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനും അതങ്ങനെ കേട്ടിട്ട് ചേച്ചിമാരെ വിളിക്കുന്നത് പപ്പേ മമ്മി എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ കൊച്ചിലെ പോലെ നമ്മൾ വിളിച്ച് ശീലിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരും കാണും. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കല്ലുമല ഗോൾഡൻ ബേക്കറി വന്ന് സാധനമൊക്കെ മേടിച്ച് അങ്ങനെ അരിപ്പൊടിയുമായി സാധനവുമായി ഇതെല്ലാം ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.